വചനം ദുർലഭമായിരുന്ന കാലത്ത്, ദർശനമേറെ ഇല്ലാതിരുന്ന കാലത്ത് ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ പെട്ടകത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ദൈവത്തെ അറിയാതെ ദൈവത്തെ ശുശ്രൂഷിച്ച നാളുകൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിട്ട വലിയ ശൂന്യതകൾ, അതിന് നടുവിലും ദൈവത്തെ കാത്തിരുന്ന ശമൂവേൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വിളിച്ചു. ശമൂവേലേ എന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ പെട്ടകത്തോട് ചേർന്ന് കിടന്ന ശമൂവേലിനെ ദൈവം വിളിക്കുകയാണ്. ശമൂവേൽ വേഗം എഴുന്നേറ്റ് അന്ന് ആലയത്തിൽ ശുശ്രൂഷകനായിരിക്കുന്ന ഏലി പുരോഹിതൻ്റെ അടുക്കൽ വന്ന അടിയനിതാ എന്ന് പറഞ്ഞു. ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. ശമൂവേൽ വീണ്ടും പോയി കിടന്നു. ദൈവം അവനെ വീണ്ടും വിളിച്ചു. ശമൂവേൽ വീണ്ടും പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അടിയനിതാ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചില്ല മകനെ എന്ന് ഏലി പറഞ്ഞു. അവൻ വീണ്ടും പോയി കിടന്നു. ദൈവം അവനെ വീണ്ടും വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ശമൂവേലിനെ വിളിക്കുകയാണ്. അവനത് തിരിച്ചറിയുന്നില്ല. എന്നിട്ടും ദൈവം വിളിക്കുകയാണ്. അവനത് തിരിച്ചറിയുന്നത് വരെ ദൈവം അവനെ വിളിച്ചു. ദർശനമേറെ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ, വചനം ദുർലഭമായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തോട് പറ്റി ഇരുന്ന ശമൂവേലിനെ ദൈവം വിളിച്ചു. ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ടാണ് വചനം ദുർലഭമായത്. ദൈവത്തിന് പറയാനുണ്ട്, ദൈവത്തിന് മനസ്സുണ്ട്, ദർശനമുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ പറ്റിയിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കും. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു തുടക്കമായിരുന്നു. അവൻ അത് തിരിച്ചറിയുന്നത് വരെ അന്ന് രാത്രി ദൈവം അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഏലി പറഞ്ഞു, ഇനി വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ എന്ന് പറയണം. അങ്ങനെ പ്രതികരിച്ചു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ശമൂവേലിൻ്റെ ശൂന്യതയുടെ നടുവിൽ, ശമൂവേലിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ശമൂവേലിന് ദൈവം വെളിപ്പെട്ടപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് അവൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. ദൈവം നിങ്ങളെ വിളിക്കുന്ന സമയമുണ്ട്. ദൈവം നിങ്ങളോട് ഇടപെടുന്നൊരു സമയം വരുന്നുണ്ട്. ആ സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ജനതയ്ക്ക് വേണ്ടിയായിരിക്കും. ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. ഇന്നത്തെ ശൂന്യതകളും വരൾച്ചകളും കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം അവനോട് സംസാരിച്ച് തുടങ്ങുകയായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. പിന്നെ അങ്ങോട്ട് മരണം വരെ ആ ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ പുരോഹിതനായി, പ്രവാചകനായി, ന്യായാധിപനായി, ദൈവത്തിന് പകരം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദമായി ശമൂവേൽ മാറി. കാത്തിരിക്കാമോ വിശ്വസ്തയോടെ? അങ്ങനെയാണെങ്കിൽ ദൈവവും തൻ്റെ വിശ്വസ്തത തെളിയിക്കും. ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിക്കും, വ്യക്തമായി സംസാരിക്കും. ദൈവത്തിന് തൻ്റെ ഹൃദയം പകരാനുണ്ട്. കാത്തിരിക്കുന്നവനോട്, പറ്റിയിരിക്കുന്നവനോട് ദൈവം ഇടപെടാൻ പോവുകയാണ്.
വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.